പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞത് ആരാകും എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് UDF. LDFിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് നിശ്ചയമാണ്. ജയിക്കുകയാണെങ്കിൽ പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി. UDF ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം കശവിശയൊക്കെ ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. VD സതീശൻ, രമേശ് ചെന്നിത്തല, ചിലവർ പറയുന്നു KC വേണുഗോപാൽ വരും എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ജയിക്കുന്നവരെല്ലാവർക്കും മുഖ്യമന്ത്രിയായാൽ കൊള്ളാം എന്നൊരു ആലോചന ഇല്ലാതില്ല. പക്ഷേ എന്നെ അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയൊന്നും അല്ല. ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്ന് ഏകദേശം ഉറപ്പാണ്. പക്ഷേ തോറ്റുപോയാൽ ആര് പ്രതിപക്ഷ നേതാവാകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പല പേരുകൾ എൻ്റെ മനസ്സിൽ വന്നു. ചിലപ്പം കരുതുമായിരിക്കും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി മാറുമെന്ന്. ഒരു കാരണവശാലും ഇല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പല പ്രാവശ്യം പാർട്ടി സെക്രട്ടറിയായി 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായ വ്യക്തി വീണ്ടും ഒരു പ്രാവശ്യം പ്രതിപക്ഷ നേതാവാകാൻ ഇഷ്ടപ്പെടുമോ? ഒരു കാരണവശാലും ഇല്ല. തന്നെയുമല്ല, ഇത് തോൽവി പിണറായി വിജയനെതിരെ ആക്ഷേപങ്ങൾ നിരവധി ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾ പ്രതിപക്ഷ നേതാവായി വരേണ്ടി വരും. അപ്പം നമ്മുടെ മനസ്സിൽ ഒരാളുടെ പേര് തെളിഞ്ഞു വരും. വനിതാ മുഖ്യമന്ത്രിയായി കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു പേരുണ്ടായി. ടീച്ചർ അമ്മയുടെ പേര് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ ഈ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി മാറി അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ? CPM ആയതുകൊണ്ട് ഒരു കാരണവശാലും അത് സാധ്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വടകരയിൽ നിർത്തി ഷാഫി പറമ്പിനെതിരെ ടീച്ചർ അമ്മയെ കൊണ്ട് മത്സരിപ്പിച്ചു, തോൽപ്പിച്ചു കളഞ്ഞു. അതിനൊരു കാരണമുണ്ട്. 2021 LDFിൻ്റെ തരംഗം ആഞ്ഞടിച്ചപ്പോൾ മട്ടന്നൂരിൽ നിന്ന് കേരള നിയമസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് ശൈലജ ടീച്ചർ. ഏകദേശം 60,963 വോട്ട്. പിണറായി വിജയന് പോലും ഏകദേശം 50,000 പരം ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും ജനകീയനായ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറിൻ്റെ പേര് തന്നെ പറയേണ്ടി വരും. ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശൈലജ ടീച്ചർ തന്നെയായിരുന്നു മികച്ച മന്ത്രി. അത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പിന്നാമ്പുറ കഥകൾ. അതുകൊണ്ട് ഈ പ്രാവശ്യം മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറെ മാറ്റി പേരാവൂരിൽ കൊണ്ട് മത്സരിപ്പിക്കും. ഒരു കാരണവശാലും വളർത്താനുള്ള പരിപാടിയല്ല എന്ന് ഏകദേശം മൂലയുള്ളവർക്ക് മനസ്സിലാകും എന്ന് 100% ഉറപ്പാണ്. പേരാവൂർ എന്ന് പറയുന്നത് LDFിൻ്റെ തരംഗം ആഞ്ഞടിക്കുമ്പോഴും UDFന് പിടിച്ചു നിർത്താൻ പറ്റിയ കണ്ണൂരിലെ ഒരു മണ്ഡലമാണ് പേരാവൂർ. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഈ പ്രാവശ്യം മത്സരിക്കുന്നു. കഴിഞ്ഞ 2 തവണയും സണ്ണി ജോസഫ് തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. ഒരു പ്രാവശ്യം ശൈലജ ടീച്ചറെ തന്നെ തോൽപ്പിച്ച ഒരു ചരിത്രമുണ്ട്. ഉള്ളതുകൊണ്ട് ശൈലജ ടീച്ചറെ ജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കി തീർക്കാം എന്ന് വിചാരിച്ചൊന്നും അല്ലായിരിക്കാം പാർട്ടി ഈ സീറ്റിൽ അവരെ പരിഗണിച്ചത്. ഒരു പക്ഷേ ഈ പ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ പൊതുസമൂഹം പാർട്ടിക്കെതിരെ തിരിയും എന്ന് കരുതി തന്നെയാണ് സീറ്റ് കൊടുത്തതുമായി പൊങ്ങി വരാത്ത രീതിയിലുള്ള സീറ്റ് കൊടുക്കുകയും ചെയ്തു. അതുതന്നെയായിരിക്കാം സംഭവിച്ചത്. മറ്റൊരു പേരുകാരൻ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലാണ്. ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഐഷ പോറ്റിയാണ് എതിരാളി എന്നുള്ളത് വിജയിക്കാൻ സാധ്യത കുറയ്ക്കുന്നുണ്ട്. കൊട്ടാരക്കരയുടെ രാജാവ് ബാലകൃഷ്ണപിള്ളയെ മലർത്തിയടിച്ച ചരിത്രം ഐഷ പോറ്റിക്കുണ്ട്. ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചപ്പോഴും 10,000 വോട്ടാണ് എന്നുള്ളതും നമ്മൾ നോക്കിക്കാണും. പേരുകാരൻ P. രാജീവാണ്. P. രാജീവ് കളമശ്ശേരിയിൽ നിന്ന് ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് പാർട്ടി തന്നെ കണക്കാക്കുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പേരുകാരൻ TP രാമകൃഷ്ണൻ. പേരാമ്പ്രയിൽ നിന്ന് മത്സരിക്കുന്ന TP രാമകൃഷ്ണൻ ഫാത്തിമയ്ക്കെതിരെയാണ് മത്സരിക്കുന്നത്. ലീഗിൻ്റെ
ഒരു യുവരക്തവുമായിട്ട് മത്സരിക്കുമ്പോൾ ടൈറ്റ് മത്സരം അവിടെ TPയെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിൽ നിന്ന് TP രാമകൃഷ്ണൻ ജയിച്ചു വരുമോ എന്നുള്ളത് അറിയില്ല. കാരണം LDFിൻ്റെ കൺവീനറാണ് TP രാമകൃഷ്ണൻ. TP രാമകൃഷ്ണൻ ജയിച്ചു വന്നാൽ ഒരു പേരുകാരൻ, പ്രതിപക്ഷ നേതാവായി ഇരിക്കാനുള്ള യോഗ്യതയുള്ള ഒരു പേരുകാരൻ TP രാമകൃഷ്ണൻ തന്നെ ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. മുൻ വിവരിച്ച പേരുകാരും ടൈറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ, ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണെങ്കിൽ, എല്ലാവരും തോറ്റാൽ ആരായിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ്? ഇതുതന്നെയായിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷപ്പൻ മനസ്സിലാക്കിയ ഒരു സത്യം. ഇവരാരുമില്ലെങ്കിൽ ഒരു പേര് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും. നിങ്ങൾ പറ, അതാരാണ്? കഴിഞ്ഞ മന്ത്രിസഭയിലെ മികച്ച മന്ത്രിമാരെ ഒഴിവാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം അവരെ എല്ലാം കൂട്ടത്തോടെ ഒഴിവാക്കി മന്ത്രിസഭാംഗങ്ങളെ കൊണ്ടുവന്നപ്പോൾ പൊതുസമൂഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ റിയാസ് മോനെ മന്ത്രിയാക്കാൻ വേണ്ടി പിണറായി വിജയൻ കളിച്ച കളിയാണ് ഇതെന്നുള്ളത് എല്ലാവരും അന്ന് പറഞ്ഞിരുന്നു, പൂച്ചം പറഞ്ഞിരുന്നു. ഷംസീറിനെ ഒഴിവാക്കുന്നു, മറ്റു പലരെ ഒഴിവാക്കി റിയാസിന് പ്രമുഖ വകുപ്പ് തന്നെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു പേര് മുഹമ്മദ് റിയാസിൻ്റെ ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പല്ലേ. കാരണം പിണറായി വിജയന് എതിരെ പാർട്ടിയിലിപ്പം എതിർവാക്കില്ല. പ്രത്യേകിച്ച് ഗോവിന്ദ മാസ്റ്ററുടെ ഭാര്യ ശ്യാമള ടീച്ചർക്ക് സീറ്റ് കൊടുത്തു. വിജയരാഘവൻ്റെ ഭാര്യ ബിന്ദുവിന് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചു വെച്ചിട്ടുണ്ട്, മന്ത്രിയാക്കിയിട്ടുണ്ട്. അപ്പം പിണറായി വിജയൻ ഇങ്ങനെ ആഗ്രഹിച്ചാൽ അവരാരും എതിർക്കുമെന്ന് ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? ഞാൻ പറഞ്ഞത് സത്യമല്ലെന്നുണ്ടോ? ഒരുപക്ഷെ റിയാസ് ബേപ്പൂരിൽ നിന്ന് അൻവറിനെതിരെ ജയിച്ചു വരികയാണെങ്കിൽ, മറ്റു മന്ത്രിമാരെല്ലാം തോക്കുകയാണെങ്കിൽ റിയാസ് തന്നെയായിരിക്കാം ഒരുപക്ഷെ മന്ത്രി. അല്ല, ബാലഗോപാലനും P രാജീവും ശൈലജ ടീച്ചറും TP രാമകൃഷ്ണനും എല്ലാം ജയിച്ചാലും റിയാസിൻ്റെ പേര് ഒരുപക്ഷെ പരിഗണിക്കും. അതാണ് മുഹമ്മദ് റിയാസ് എന്ന പേരിൻ്റെ പ്രസക്തി. ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവായി ന്യൂനപക്ഷ സമുദായക്കാരൻ തന്നെ ആകട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതാണ് പാർട്ടിയുടെ കുറച്ച് നാളായിട്ടുള്ള രീതി. അത് ശിരസ വഹിക്കുന്ന ഒരു കൂട്ടം അണികൾ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ ബൈ.